ഹലോ ഡിയേഴ്സ്, അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ലഞ്ച് റെസിപ്പീസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. തലേ ദിവസം മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. സൺഡേ ഞങ്ങൾ ചാലയം പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും വാങ്ങിച്ചിട്ടുള്ള മീനായിരുന്നു ഇത്. അത് ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് തലേ ദിവസം മസാല പുരട്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് വിട്ട് വരുന്നത് വരെ ഇതൊന്ന് പുറത്ത് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറികൾ റെഡിയാക്കിയെടുക്കാം. ഇന്ന് കറികളായിട്ട് റെഡിയാക്കുന്നത് മത്തൻ വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയും അതുപോലെ തന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മത്തനും വെണ്ടയൊക്കെ ഒന്ന് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്നും. ഇനി ഒരു മത്തനൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനെ മത്തനൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു മുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മത്തനും മുളകും നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മത്തന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ്. കഞ്ഞിവെള്ളത്തിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മത്തന് കുക്കായി കിട്ടാൻ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിൽ വരുമ്പോഴേക്കും നല്ല പോലെ കുക്കായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെണ്ടയൊക്കെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വെണ്ടയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അധികം മൂപ്പാവാത്ത വെണ്ട വേണം നമ്മൾ ഈ ഒരു മെഴുക്ക് പുരട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെണ്ടയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്ക് കുക്കറൊക്കെ 3 വിസിൽ വന്ന് അതിൻ്റെ ഫുൾ പ്രഷർ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിന് മത്തനൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ല പോലെ തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഒരു കറി നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മത്തനൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ കറി റെഡിയായി. വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മത്തനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയും കൂടെയാണ്. ഇതുപോലെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ മത്തൻ കിട്ടുമ്പോൾ ഒന്ന് റെഡിയാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അതിന് മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കി എടുക്കാം. ഈ ഒരു വെണ്ടക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാന് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ചെറിയ സവാള ആണെങ്കിൽ 1.5 സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. എന്നിട്ട് ഇത് ഒന്നും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെണ്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു വെണ്ടയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വെണ്ടയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്, മത്തൻ കറി റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്ക് തന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനൊക്കെ ഒന്ന് ഐസൊക്കെ പോയിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു മീനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അല്പം വിനീഗർ ഇതും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. ഈ ഒരു ചെറിയ മത്തി നല്ല പോലെ മൊരിഞ്ഞ് കിട്ടിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ മീനൊക്കെ അതാ നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. 2 സൈഡും നല്ല പോലെ തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇനിയൊന്നുമില്ല, നേരെ പപ്പടം കൂടെ കാച്ചെടുത്താൽ ഇന്നത്തെ ലഞ്ച് റെഡിയായി. അങ്ങനെ പപ്പടം കൂടെ ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മത്തൻ കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടക്ക മെഴുക്ക് പുരട്ടിയും നല്ല മത്തി വറുത്തതും പപ്പടം കാച്ചിയതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.